നമസ്കാരം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരാളിൻ്റെ മഹത്വം എങ്ങനെയാണ് തിരിച്ചറിയാനൊക്കുന്നതെന്നുള്ളതാണ്. ജ്യോതിഷവശാൽ നമ്മൾ നോക്കുമ്പോൾ ഒരാളുടെ മഹത്വം തിരിച്ചറിയാനായിട്ട് നാലാം ഭാവത്തിനെ നോക്കുക എന്നുള്ളതാണ്. ഏതൊരു വ്യക്തിയുടെയും ഗ്രഹനിലയിലെ നാലാം ഭാവത്തിനെ വെച്ചുകൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. നാലാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം, നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ, പൂർണ്ണദൃഷ്ടി, മുക്കാൽ ദൃഷ്ടി, കാൽ ദൃഷ്ടി, ഇങ്ങനെയെല്ലാം നമ്മൾ നോക്കുമല്ലോ. അങ്ങനെ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിലേക്ക് ഏതൊക്കെ ഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ലയോ, നാലാം ഭാവാധിപൻ എവിടെയാണ് നിൽക്കുന്നത്, അത് ഏത് ഭാവത്തിലാണ്, ഏതു രാശിയിലാണ്, ആ രാശി, ആ നാലാം ഭാവത്തിൽ ആരുമില്ല എങ്കിൽ നാലാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതെല്ലാം ചിന്തിക്കണം. നാലാം ഭാവാധിപൻ എവിടെയാണ് നിൽക്കുന്നത്, നാലാം ഭാവം ഏത് രാശിയാണ്, നാലാം ഭാവത്തിൽ വേറെ ഏതെങ്കിലും ഗ്രഹങ്ങൾ നിൽപ്പുണ്ടോ, ഇനി അതല്ലെങ്കിൽ നാലാം ഭാവാധിപനാകുന്ന ഗ്രഹം മറ്റേതെങ്കിലും ഗ്രഹങ്ങളോടൊപ്പം യോഗം ചെയ്ത് ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത്, അത് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ടോ, അതോ നാലാം ഭാവത്തിലേക്ക് തന്നെ നന്നായി ദൃഷ്ടി ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നാലാം ഭാവത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടി വരുന്നത് കർമ്മഭാവത്തിലേക്കാണ്. അപ്പോൾ ഓരോരുത്തരുടെയും നാലാം ഭാവം കൊണ്ട് മഹത്വം ചിന്തിക്കണമെങ്കിൽ അവരുടെ കർമ്മവും കൂടി, എന്ന് വെച്ചാൽ തൊഴിൽ, പ്രവൃത്തി മേഖല, കർമ്മ മേഖലയും കൂടി ചേർത്ത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. എന്നാൽ കർമ്മശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ പൂർവ്വജന്മത്താൽ കർമ്മശുദ്ധി വന്നിട്ട് ഈ ജന്മത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ്, എല്ലാം ശ്രേഷ്ഠമാവണമെന്നല്ല പറയുന്നത്. നിലവിൽ ഏത് ജോലി ചെയ്താലും അതിൽ സത്യസന്ധതയും സൂക്ഷ്മതയും സമർപ്പണവും ഉണ്ടാകുന്നു എങ്കിൽ പൂർവ്വജന്മത്തിൽ തന്നെ കർമ്മശുദ്ധി വന്നിട്ടുണ്ട് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. എന്നാൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും എല്ലാ തരത്തിലുള്ള അധാർമികതയാണ് നിലനിൽക്കുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ പരിപൂർണമായി ചെയ്യുകയില്ല, ബോധപൂർവം അതിൽ കെടുകാര്യസ്ഥത പ്രദർശിപ്പിക്കും, പിന്നെ അത് മറ്റുള്ളവർക്ക് ഉപയുക്തമാകുന്ന രീതിയിൽ ചെയ്യുകയില്ല, ആ പ്രവൃത്തിയോട് യാതൊരു വിധത്തിലുള്ള സമർപ്പണവും ഇല്ല എങ്കിൽ അയാൾക്ക് പൂർവ്വജന്മത്തിൽ തന്നെയും കർമ്മശുദ്ധിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന്, അങ്ങനെ ഒരു തരത്തിലുള്ള ഉത്കൃഷ്ട ജന്മമായിരുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഉത്കൃഷ്ട ജന്മം അല്ലാത്തവർക്കാണ് പ്രവൃത്തിയിൽ യാതൊരു വിധത്തിലുള്ള സമർപ്പണവും ഇല്ലാതെ പോകുന്നത്. നാലാം ഭാവത്തിൻ്റെ 7ാം ഭാവമത്തെ നമ്മൾ നോക്കുമ്പോൾ, അഥവാ കർമ്മഭാവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, അവിടെ ഏതൊക്കെ ഗ്രഹം നിന്നാലും നിന്നില്ലെങ്കിലും, ഏത് തരത്തിലുള്ള ശ്രേഷ്ഠമായ ജോലി ആയാലും അല്ലെങ്കിലും, അവിടെ അവരുടെ മഹത്വത്തെക്കുറിച്ച് സൂക്ഷ്മമായി ചിന്തിക്കാൻ ആ ഗ്രഹത്തിൻ്റെ, ആ രാശിയുടെ നാഥനും ആ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും അത് ലഗ്നത്തിലേക്കുള്ള ദൃഷ്ടിയും നാലാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടിയും കൊണ്ടും കൂടി നമ്മൾ കണ്ടെത്തേണ്ടതാണ്, നമ്മൾ നിരീക്ഷിച്ച് പറയേണ്ടതാണ്. നാലാം ഭാവത്തിനെയും അങ്ങനെ നാലാം ഭാവത്തിൻ്റെ 7ാം ഭാവമാകുന്ന കർമ്മഭാവത്തെയും നാലാം ഭാവത്തിൻ്റെ നാലാം ഭാവത്തെയും എല്ലാം കൊണ്ട് നമ്മൾക്ക് പൂർവ്വജന്മ സ്മൃതികളെക്കുറിച്ചും അവിടെ ഉണ്ടായിരുന്ന മഹത്വത്തെക്കുറിച്ചും ഒക്കെ പറയേണ്ടി വരും. നാലാം ഭാവത്തിൻ്റെ നാലാം ഭാവത്തെയാണ് നമ്മൾ അടുത്തായിട്ട് പരിശോധിക്കേണ്ടത്. നാലാം ഭാവത്തിൻ്റെ നാലാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മളുടെ വിവാഹരാശിയാകുന്ന 7ാം ഭാവമായിരിക്കും. ആ നാലാം ഭാവത്തിൻ്റെ നാലാം ഭാവമാകുന്ന 7ാം ഭാവമാകുന്ന വിവാഹരാശിയിൽ ഇണയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം നമ്മുടെ മഹത്വത്തെക്കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. വിവാഹ ജീവിതം, അല്ലെങ്കിൽ ഇണയെ തിരഞ്ഞെടുക്കൽ, അല്ലെങ്കിൽ ഇണയെ തിരഞ്ഞെടുക്കാതിരിക്കൽ, അവിവാഹിതനായി അല്ലെങ്കിൽ അവിവാഹിതയായി നിലകൊള്ളൽ എന്നിവയെല്ലാം തന്നെ 7ാം ഭാവം, 4ാം ഭാവം, 10ാം ഭാവം, ലഗ്നം എന്നിവയുടെ പ്രാധാന്യത്തിലേക്കാണ് കുറേയേറെ വിരൽ ചൂണ്ടുന്നത്. അവിടെയും കൂടെ നമ്മൾ ചേർത്തിട്ട് പറയുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പൂർവ്വജന്മ മഹത്വത്തെക്കുറിച്ച് തീരുമാനിക്കേണ്ടത്. പൂർവ്വജന്മ മഹത്വം സൂക്ഷ്മമായിട്ട് അപഗ്രഥിച്ച് കഴിയുമ്പോൾ ഈ ജന്മമഹത്വത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. ഈ വ്യക്തി മഹാനുഭാവനാണോ, മഹത്വമുള്ളവനാണോ, നന്മ എത്രമാത്രമുണ്ട്, അതിൻ്റെ ഒരു ശതമാനം നമുക്ക് കണക്കാക്കാൻ കഴിയുന്നതാണ്. ഒരു വ്യക്തിയുടെ നന്മ എത്രമാത്രമുണ്ട്, അയാൾ ധാർമ്മികനാണോ അധാർമികനാണോ, അതോ ഭാഗികമായി ധാർമ്മികതയുള്ളൂ, അതിൻ്റെ ഒരു വശം മുഴുവൻ അയാൾ അധാർമികതയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണോ എന്നെല്ലാം നമുക്ക് 4, 7, 10 ലഗ്നം എന്നീ 1ാം ഭാവം എന്നിവ കൊണ്ട് തിരിച്ചറിയാവുന്നതാണ്. അതിൽ ഏറ്റവും ആദ്യമേ നോക്കേണ്ടത്, നമ്മൾ ഏതൊരു കാര്യത്തിലും കൂട്ടുകാരെ കൂടെ കൂട്ടുമ്പോൾ, മുതിർന്ന വ്യക്തികൾ, കുറച്ച് പക്വതയുള്ളവർ,
ഏതൊരു വിഷയത്തിലും കാര്യങ്ങൾക്ക് നമ്മൾ ആളുകളെ കൂടെ കൂട്ടുമ്പോൾ, ഒരു യാത്രയ്ക്കാണെങ്കിൽ പോലും കൂടെ കൂട്ടുമ്പോൾ അതൊരു സുപ്രധാനമായ വിഷയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, രഹസ്യാത്മകമായ കാര്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു വഴിത്തിരിവിലേക്കുള്ള യാത്രയാണെങ്കിൽ അവിടെ കൂടെ കൂട്ടുമ്പോൾ ഈ 4-ാം ഭാവം ശ്രദ്ധിച്ചിട്ട് കൂടെയുള്ളവൻ്റെ 4-ാം ഭാവത്തിനെ കൊണ്ടും മറ്റ് മുമ്പേ പറഞ്ഞ ഭാവങ്ങളെക്കുറിച്ചും കൂടി ചിന്തിച്ചിട്ട് അയാൾ നമുക്ക് പറ്റിയ ആളാണോ എന്ന് കണ്ടെത്തിയിട്ട് മുന്നോട്ട് അവരെയും കൂടെ കൂട്ടാവുന്നതാണ് എന്നാണ് അതിൻ്റെ കാര്യം പറയാനുള്ളത്. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ, ആളെ കൂടെ കൂട്ടേണ്ട ഗതി വരുമ്പോൾ, അവർക്ക് പല രാജ്യാന്തരമായ ചർച്ചകളോ യാത്രകളോ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ, ഇത് നമുക്ക് പറ്റിയ ആളാണോ എന്ന് അയാളുടെ ഗ്രഹനിലയും ഒക്കെ വെച്ചുകൊണ്ട് നമ്മളൊരു ശ്രേഷ്ഠനായ ജ്യോതിഷിയോട് ചോദിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതും കൊള്ളാവുന്നതോ തള്ളാവുന്നതോ ആണ് അവരെ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പങ്കെടുപ്പിക്കാൻ ആരെയൊക്കെ ഒക്കും, ഇത് ഏറ്റവും ജീവിതത്തിൽ അത്യുന്നതമായ മേഖലയിൽ ഇരിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ശ്രദ്ധിച്ചാൽ അവർക്ക് പിന്നീടുള്ള നീക്കങ്ങളിൽ വലിയ വിജയം ഉണ്ടാകുന്നതാണ്. ചിലരെ ഒരു ഘട്ടം വരെ നമുക്ക് കൂട്ടാൻ കൊള്ളൂ. വളരെ സുപ്രധാനമായ വിഷയങ്ങൾ, രഹസ്യാത്മകമായ കാര്യങ്ങളൊന്നും പറയാൻ അവരോട് സാധ്യമായിരിക്കുകയില്ല. കാരണം അവർക്ക് അവരുടെ മനസ്സ് തന്നെ വിഫലമാവുകയോ അത് മറ്റുള്ളവരോടും കൂടി പറഞ്ഞ് നാശം വരുത്തുകയോ, അല്ലെങ്കിൽ തന്നെ അവരിൽ നിന്നുള്ള ഒരു മൃഗീയ ഭാവം ഉണർന്നു വന്നിട്ട് നമുക്ക് തന്നെ നാശം വരുത്തുന്നതോ ഒക്കെ ആയിത്തീരാം. അവരുടെ ഉപബോധ മനസ്സിൽ നിന്ന് എന്താണ് നമ്മളുടെ സൂക്ഷ്മമായ കാര്യം കേൾക്കുമ്പോൾ പുറത്തേക്ക് വരാൻ പോകുന്നതെന്ന് നമുക്കറിയാൻ സാധാരണഗതിയിൽ സാധ്യമല്ല. അതും എല്ലാം തിരിച്ചറിഞ്ഞിട്ട് വേണം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ലോകോത്തര നായകന്മാരായിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, അത്തരത്തിൽ ഉയരാൻ സാധ്യതയുള്ള ആളുകൾ അവരുടെ കർമ്മ മേഖലയിൽ ധാർമ്മികമായ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ലോകോത്തരമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിൽ അവർ കൂടെ കൂട്ടുന്നവരുടെ ഫലം ഇത്തരത്തിൽ നോക്കേണ്ടതാണ്. അതിന് ആധികാരികതയുള്ള ഒരു ജ്യോത്സ്യനെ സമീപിച്ചാൽ അറിയാൻ കഴിയുന്നതാണ്. 4-ാം ഭാവത്തിലേക്ക് ഇതിനോടൊപ്പം തന്നെ ഒരാളൊരു ചോദ്യം ചോദിച്ചിരുന്നു, 4-ാം ഭാവത്തിലേക്ക് രാഹു നിന്നാൽ, രാഹു കേതു ഇവയൊക്കെ തന്നെ ദോഷഗ്രഹങ്ങളായിട്ട് നമ്മൾ പറഞ്ഞ് പൊതുവേ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ദോഷം വരുത്തി വയ്ക്കുന്നത് രാഹു കേതു എന്നീ ഗ്രഹങ്ങളാണ്. അത് ശൂന്യാകാശത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അതോരോ ജംഗ്ഷൻ, ഓരോ പ്രത്യേക ഘട്ടങ്ങൾക്ക് നമ്മൾ ഗ്രഹം എന്ന രൂപത്തിൽ പറഞ്ഞു വച്ചിരിക്കുകയാണ്. അത് നമ്മളുടെ ജീവിതത്തിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന എനർജി ലെവൽസാണ്, വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ 4-ൽ നിൽക്കുന്ന രാഹുവോ കേതുവോ അത്രമാത്രം ദോഷം ചെയ്യുമെന്ന് പരക്കെ കയറി പറയുന്നത് മണ്ടത്തരമായി തീരും. അവയുടെ ദൃഷ്ടി എങ്ങനെയാണ്, മറ്റു ഗ്രഹങ്ങളുമായിട്ടുള്ള യോഗം എങ്ങനെയാണ് എന്നെല്ലാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. 4-ൽ ശനി കേതു എന്നീ ഗ്രഹങ്ങൾ ഒരുമിച്ച് വന്നാൽ ഒരുപാട് ശുഭമായിട്ടാണ് കണ്ടുവരാറ്. പക്ഷേ അവർക്ക് ഒരു സുഖത്തിനോട് ലയിക്കാനുള്ള ഒരു താല്പര്യം കാണുകയില്ല. എപ്പോഴും കംഫർട്ട് സോണിൽ ജീവിക്കാനുള്ള ഒരു മനസ്സ് വരുന്നവരായിരിക്കില്ല. പുതിയ പുതിയ കാര്യങ്ങൾ സാഹസികമായി ചെയ്യുകയും ഇതുവരെ ചെയ്തിരുന്ന കാര്യങ്ങളുടെ അതീവ സൂക്ഷ്മതയിലേക്ക് വീണ്ടും സാഹസികമായി കടന്നു പോവുകയും ചെയ്യുന്ന പ്രവണത അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അവിടെ 4-ലെ കേതുവിനെ കൊണ്ട് ദോഷം പറയേണ്ടതില്ല, 4-ലേക്ക് ദൃഷ്ടി ചെയ്യുന്ന രാഹുവിനെ കൊണ്ടും ദോഷം അങ്ങനെ ചിന്തിക്കേണ്ടതായിട്ട് വരുന്നില്ല. അതൊക്കെ നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ടതാണ്. രാഹു 4-ൽ നിന്നെന്ന് പറഞ്ഞോ കേതു 4-ൽ നിന്ന് പറഞ്ഞോ പൊതുവായിട്ടുള്ള പ്രമാണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ദോഷത്തെക്കുറിച്ച് ആരോപിക്കുന്നത് ഒരു മൗഢ്യമായി തീരുന്നതാണ്. അങ്ങനെയും ചിന്തിക്കേണ്ടതില്ല. അതിന് വളരെ സൂക്ഷ്മമായിട്ട് മറ്റുള്ള ഗ്രഹങ്ങളുടെ ശ്രദ്ധ എങ്ങനെയാണ്, കുജനും കേതുവും തമ്മിലുള്ള ഒരു ശക്തിവിശേഷം, രാഹുവും ശനിയും തമ്മിലുള്ള ഒരു ശക്തിവിശേഷം ഇവിടെ ഇത്തരം മേഖലകളിൽ വളരെയേറെ ചിന്തനീയമാണ്, പ്രഥമ ഗണനീയമാണ്. അവിടെയൊക്കെ ആധികാരികതയോടുകൂടി ജ്യോത്സ്യൻ അത് നോക്കിയിട്ട് ഉത്തരം പറയേണ്ടതുമാണ്. അതുകൊണ്ട് 4-ലെ രാഹു ഒന്നും അങ്ങനെയുള്ള ദോഷങ്ങൾ വരുത്തി വയ്ക്കില്ല എന്നറിയുക. അപ്പോൾ 4-ാം ഭാവം കൊണ്ടാണ് നമ്മൾക്ക് ഉള്ള ഓരോ വ്യക്തിക്കുമുള്ള മഹത്വത്തെക്കുറിച്ച് അറിയുന്നത്. അവരുടെ വിദ്യാഭ്യാസം എന്തുമാകാം, അവരുടെ സമുദായം എന്താകാം, അവരുടെ സമ്പ്രദായം എന്തുമാകാം, അവർ സൗന്ദര്യമില്ലാത്തവരോ ഉള്ളവരോ ആകാം. അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളും ഏറ്റക്കുറച്ചിലുകളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ജന്മസിദ്ധമായി മഹനീയനായ വ്യക്തിയാണോ അല്ലെങ്കിൽ മഹനീയതയുള്ള സ്ത്രീയാണോ എന്നൊക്കെ നമുക്ക് 4-ാം ഭാവത്തിനെ കൊണ്ട് അപഗ്രഥിക്കാവുന്നതാണ്.